യിരെമ്യാ പ്രവചനം എടുത്തേ, 1-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അവിടെ ഒരു പദം, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. എവിടെ വെച്ച്? അമ്മയുടെ ഉദരത്തിൽ വെച്ച്. അപ്പൊ ചിലരെ അഭിഷേകം ചെയ്തത് ജനിക്കുന്നതിന് മുമ്പേ ദൈവം തമ്പുരാൻ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ചിലരെ അന്നേരമല്ല ചെയ്യുന്നത്. യിരെമ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്, 15-ാം അധ്യായം 19-ാം വാക്യം. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാവും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, ചിലരെ അമ്മയുടെ ഉദരത്തിൽ അഭിഷേകം ചെയ്തെങ്കിൽ ദൈവം ചിലരെ ദൈവത്തിന്റെ സമയത്ത് അഭിഷേകം ചെയ്യുകയാണ്. എന്തോ എനിക്ക് ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, ആരെയൊക്കെയോ ഇന്ന് നിറയ്ക്കുന്ന കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ ഇതിനകത്ത് വ്യാപരിക്കാൻ പോവാ. ആമോസ് പറയുന്നൊരു കാര്യമുണ്ട്. ആമോസിന്റെ പ്രവചനത്തില് ആമോസ് പ്രവചിക്കുന്ന ഒരു ഭാഗം 3-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഹല്ലേലൂയ. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും. അപ്പൊ ചോദിക്കുക, ഞങ്ങളുടെ ദേശത്ത് നടക്കുന്ന കാര്യമൊന്നും ഞങ്ങൾ അറിയുന്നില്ലല്ലോ. നീ പ്രവാചകിയാകാത്തോണ്ടാ, നീ പ്രവാചകനാകാത്തോണ്ടാ. 21 ദിവസവും 24 മണിക്കൂറും ഒക്കെ പ്രാർത്ഥന വെക്കുമ്പോൾ നീ വന്നിരുന്ന് സ്തോത്രം പറഞ്ഞേച്ച് കോട്ടുവാൻ വിട്ടേച്ച് പോകരുത്. കൃപാവരം പ്രാപിച്ചുകൊണ്ടേ പോകാം. ഇന്നത്തെ പ്രസംഗത്തിൽ പാട്ടും പ്രാർത്ഥനയൊക്കെ എന്തിനാ? നിന്റെ ആത്മതലങ്ങളിൽ പുതിയൊരു ലെവലിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോവുക. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരെ പുതിയ കൃപകൾ കൊണ്ടും വരങ്ങൾ കൊണ്ടും എൻ്റെ ദൈവം നിറയ്ക്കാൻ പോവുക. എനിക്കറിയാമോ, കൃപാവരങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ രഹസ്യവും അങ്ങോട്ട് വെളിപ്പെടും. സ്തോത്രം. സഭ വളർന്നത് മുഴുവൻ പോസ്റ്റർ അടിച്ചല്ല, കൃപാവരങ്ങളാ. ഒരു സഭയുടെ സൗന്ദര്യം അവർ AC ഹോള് വെച്ചതല്ല. ഉണ്ടെന്നില്ല. എന്തുവാ? കൃപാവരം. ജനത്തിന് സുഖങ്ങൾ കൂടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഇപ്പൊ ചിലരോട് ചോദിക്കുക, എന്താ ബ്രദറെ യോഗത്തിനകത്ത്? അവർ പറഞ്ഞ് ഭയങ്കര ചൂടാ. ഇനി അവർ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവർ സഭ പണിത് AC ആക്കിയപ്പം ചോദിച്ചാൽ എന്താ വരാത്തെ? ഭയങ്കര തണുപ്പാ, കൊച്ചി പിടിക്കുക, കമ്പിളിയും കൊണ്ടാ വരുന്നത്, എന്നിട്ടും ഇരിക്കാൻ പറ്റുന്നു. കണ്ടോ, മിണ്ടുന്നില്ല. ഇപ്പൊ ചൂടായ കുഴപ്പം, തണുപ്പായ. യേശുവിന്റെ കാലത്ത് വെള്ളത്തിൽ നിന്നാ പ്രസംഗം കേട്ടെ, ആരുടെയും കാല് കൊച്ചി പിടിച്ചില്ല. പറ, യേശു വള്ളമാ യേശുവിന്റെ പ്രസംഗ വീടം. ജനം നിൽക്കുന്ന മുട്ടുന്ന ഈ വെള്ളത്തിലാ. ഇങ്ങോട്ട് നോക്കിയേ, അവിടെ ആർക്കും ഒരസുഖം. ഇപ്പൊ സ്തോത്രമൊക്കെ പോവും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. നമ്മുടെ ചർച്ചിൽ ഒരു ബ്രദർ വന്ന് പറഞ്ഞു, പക്ഷെ പല ആഴ്ച കൊണ്ട് പറയാ ഈ ഫാൻ മാറ്റിയിടണം. ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറയുന്നത് നീ മാറ്റിയിടണം. മിണ്ടുന്നില്ല. അതിന് അവനവൻ്റെ വീട്ടിൽ ഫാൻ കേടായ മാറ്റി എടുത്തില്ലയോ? ഭയങ്കര ചൂടാ ബ്രദർ. നാളെ പോലും ഒരു ടേബിൾ ഫാനോടെ കൊണ്ടുപോയി, ഞങ്ങൾ സൂക്ഷിച്ചോളാം. നിങ്ങൾ മിണ്ടുന്നില്ല. എന്താ ഇവിടെ പറയാൻ പോകുന്ന ദൂത്? ഇവിടെ സൗകര്യങ്ങൾ വർദ്ധിച്ചെന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നമ്മൾ പ്രാപിക്കണം. ഇനി പ്രവാചക അഭിഷേകത്തെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം. ഇന്ന് ചിലര് ഇതിനകത്ത് കൃപാവരങ്ങൾ കൊണ്ട് നിറയാൻ പോവാ. പൗലോസ് പറയാ, ഏറ്റവും കൂടുതൽ വാഞ്ചിക്കണം എന്തിനു വേണ്ടി? പ്രവചനവരത്തിന്. എന്തുവാ? പ്രവചനവരം. മോശെ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ജനം എല്ലാവരും പ്രവാചകരായെങ്കിൽ കൊള്ളായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാനും ആഗ്രഹിക്കുക ഈ സഭയിലുള്ളവരെല്ലാം. ഒന്നോർത്ത് നോക്കി, യോവേൽ പ്രവാചകൻ പറയും, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ പുത്രന്മാരും പുത്രിമാരും. ഓർത്തെ, നീ വീടിനടുത്ത് വാതിൽ ചെന്ന് കയറുമ്പോൾ മൂത്ത മോള് മേളിൽ നിറങ്ങി വരിക, ഡാഡി ഒരു ദർശനം പറയാനുണ്ട്. രണ്ടാമത്തെ മോള് ബെഡ്റൂമിൽ നിന്ന് വരിക, ഡാഡി ഒരു പ്രവചനമുണ്ട്. കണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ കൃപകൾ കൊണ്ടും വരങ്ങൾ കൊണ്ടും നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ
സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിനക്ക് പുതിയ കൃപാവരം തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിന്ന് പകൽ ഇവിടെ ജ്വലിപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകാവും. സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. തന്റെ പ്രവാചകന്മാരായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. രഹസ്യം വെളിപ്പെടുത്താതെ. ഒരിക്കൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു, അർത്ഥം ബോധിപ്പിക്കാൻ പറഞ്ഞു. സ്തോത്രം. മന്ത്രവാദികളും ശകുനവാദികളും ആഭിചാരകരും പറഞ്ഞു, സ്വപ്നം പറയാമെങ്കിൽ അർത്ഥം പറയാം, സ്വപ്നം പറയാമെങ്കിൽ ഇപ്പൊ രാജാവ് പറയുന്ന സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. സ്വപ്നം കണ്ടിപ്പോ ഒരു പ്ലാവാ കണ്ടതെങ്കിൽ നരച്ച് ചക്ക കായ്ച്ച് നിൽക്കുന്ന നമുക്ക് പ്രവാചകൻ വേണേ പ്രവചിക്കാം, ഇതുപോലെ നിന്റെ രാജഭരണമാകുമെന്ന്. പക്ഷെ ഇതെന്തുവാ കണ്ടതെന്ന് അറിയത്തില്ല. തെറ്റ് പറയാനും പറ്റത്തില്ല. തെറ്റ് പറഞ്ഞാൽ തല വെട്ടും. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എല്ലാത്തിനും കൊല്ലാൻ പറഞ്ഞു. ഇപ്പൊ ദാനിയേൽ ചോദിച്ചു എന്തുവാ കാര്യമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇന്നതാ കാര്യമെന്ന് പറഞ്ഞു. രാജാവിനോട് പറഞ്ഞു എനിക്ക് സമയം തരണം. ഇത് മന്ത്രവാദിക്കും ആഭിചാരങ്ങളും വെളിപ്പെടത്തില്ല, പക്ഷെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. വാക്യമുണ്ട്, ആ രാത്രിയിൽ ദാനിയേലിന് ആ ദർശനം വെളിപ്പെട്ടു. ഞാൻ ഇന്ന് പിടിക്കുന്ന ചിലരോട് ദൂത് പറയുക, രാജ്യങ്ങൾക്ക് നേരെ പ്രവചിക്കാൻ, പട്ടണങ്ങൾക്ക് നേരെ പ്രവചിക്കാൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ ഭാവി ദൈവം വെളിപ്പെടുത്താൻ പോവുക. സ്തോത്രം. ദർശനമുള്ളവന് യോസഫിനുള്ള എതിരെന്തുവാ? സ്വപ്നം, ഇല്ലയോ? കിടന്ന ഉടനെ എന്തുവാ സ്വപ്നം? നിന്റെ കറ്റ മറ്റുള്ള കറ്റ നിന്റെ കറ്റയെ എല്ലാ കറ്റയും കെട്ടി ഇവനെ കെട്ടാൻ പിടിക്കുമ്പോ ഇവൻ ഈ ചാടുക. മിണ്ടുന്നില്ല. കുറെ നാളുകൊണ്ട് നിന്നെ കെട്ടാൻ നടക്കുന്നവനല്ലേ ഇപ്പൊ പുറകോട്ട് പോയി. അവര് പറഞ്ഞ കെട്ടാൻ പറ്റത്തില്ലെന്നാ. ഓ യേശുവിന്റെ നാമത്തില് നിന്റെ വിജയത്തിന്റെ രഹസ്യം നിന്റെ കാറല്ല, വീടല്ല, നീ പ്രാപിച്ച ദർശനമാണ്.